നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിയമപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഇന്ന് ഇൻഫോക്കസിൽ എത്തിയിരിക്കുന്നത് ലീഗൽ അഡ്വൈസർ ആന്റണി വിൻസെൻ്റ് ആണ്. അദ്ദേഹം ജിഹാദ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് സംശയങ്ങൾ ഉണ്ട് എനിക്കും ഒപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. നിയമപരമായി നമ്മൾ ഓരോ വിഷയങ്ങളിലും ഏതൊക്കെ സന്ദർഭത്തിലാണ് ഇടപെടേണ്ടത്, നമ്മൾ ആരെയാണ് കാണേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ സംശയങ്ങളുണ്ടാകും. നമുക്ക് ചോദിക്കാം ലീഗൽ അഡ്വൈസർ ആന്റണി വിൻസെൻ്റിനോട്. നമസ്കാരം സർ. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് തട്ടിപ്പിൻ്റെ വാർത്തകൾ വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ നമുക്ക് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളാണെങ്കിൽ ഇപ്പോൾ ഏതൊരാളുടെയും വലിയൊരു ആഗ്രഹമാണ് പുറം നാട്ടിലേക്ക്, പ്രത്യേകിച്ചും ദുബായ് ഒഴികെ മറ്റ് UK ആയാലും US ആയാലും ഒക്കെ തന്നെ പോവുക എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ നടക്കുന്ന ചെറുപ്പക്കാർ നിരവധി പേരുണ്ട്. അവരെയൊക്കെ തന്നെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലൊക്കെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് പുറത്തേക്ക് പോകാനുള്ള കാശൊക്കെ വാങ്ങിച്ച് വിസ പ്രോസസ്സിങ്ങിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവരെക്കുറിച്ചോ അവരുടെ സ്ഥാപനത്തെക്കുറിച്ചോ ഒന്നും തന്നെ വിവരമില്ലാത്ത ഒരു സാഹചര്യം. താങ്കളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാവല്ലോ. എന്താണ് ആ എക്സ്പീരിയൻസ് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പങ്കുവയ്ക്കാൻ പറ്റും? ഇന്ന് രാവിലെ ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു അവർ 50,000 rupees ദിറംസോളം ഒരു സ്ഥലത്ത് കൊടുത്തു. ഞാനിപ്പോൾ ഒരു സൂയിസൈഡ് സ്റ്റേജിലാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു വർഷത്തിലും മേലെ അവർ പിന്നാലെ നടക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞു വളരെ മോശമായ രീതിയിൽ ആ വ്യക്തി സംസാരിച്ചു. അത് നമുക്കൊരു പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. ആ സ്ത്രീക്ക് പോലും ആ വാക്ക് എന്നോട് പറയാൻ വളരെ വിഷമമുണ്ടായിരുന്നു. എനിക്ക് അത്രമാത്രം ഇരുന്ന് കരഞ്ഞു എന്ന് പറയാം. എന്നിട്ട് ആ അബ്യൂസിങ്ങുമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ മെഡിക്കൽ റിപ്പോർട്ടൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം ഒരു മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്ന വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ചു. അങ്ങനെ ഇപ്പം ഞാൻ എന്തായാലും ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇപ്പം അതിൻ്റെ കയ്യിൽ പൈസയും ഇല്ല. കാരണം ഉള്ളത് മുഴുവൻ അവിടുന്ന് ഇവിടുന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ഇവർ സൈൻ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് റിമിറ്റ് ചെയ്ത പ്രൂഫും പിന്നെ അതിൻ്റെ കണ്ടൻസ് അവർ എന്താണ് അവിടെ നടന്നതെന്നുള്ളതായിട്ട് വരാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഹോളിഡേയ്സിന് ശേഷം അത് റെഫർ ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ഈ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ലോയർ ഇല്ലാതെ തന്നെ ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ മെത്തേഡിൽ കൂടെ ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഇപ്പോൾ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസായിട്ട് ചെന്നുകൊണ്ട് കേസ് അവരെടുക്കണമെന്നില്ല. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ മീഡിയേറ്റേഴ്സ് ഉണ്ടല്ലോ, കോർട്ടിൻ്റെ മീഡിയേറ്റർ തഹസീൽ, അതേമാതിരി അദീത് സെൻറ്റർ ഒക്കെ. പക്ഷെ അവിടെയും അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ വ്യക്തമായി ഇരുന്ന് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ചെറിയ പൈസ എക്സ്പെൻസ് അതിൻ്റെ ട്രാൻസ്ലേഷനും അതിൻ്റെ അറബിക് ഒരു നമ്മളെന്താ പറയുക മെമ്മോറണ്ടമാരൊക്കെ ഉണ്ടാക്കി പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സാധിക്കും. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എടുക്കാത്ത കേസ് നമ്മൾ മുന്നേ പറഞ്ഞു അത് ആപ്പ് വഴി നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എടുത്തേ പറ്റുള്ളൂ. മറ്റേ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല. അങ്ങനത്തെ ഇതുണ്ട്. ഇതാണ് ഇപ്പോൾ അനേകം പേര് നമുക്കെന്താ വെച്ചാൽ ഇപ്പോൾ ഈ കസ്റ്റമർ, അതായത് പൈസ കൊടുത്ത് മൈഗ്രേഷന് വേണ്ടി പോയി വരും, അവർ കൊടുത്ത കേസിൻ്റെ ബേസിൽ വരുന്ന കമ്പനികളും ഉണ്ടാവും. അപ്പം നമുക്ക് രണ്ട് സൈഡും നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്ത അവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യും, അവർ നമുക്ക് പോയാൽ എങ്ങനെ നമുക്കതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം എന്നുള്ളതൊക്കെ. കാരണം പലപ്പോഴും ഇവർ സൈൻ ചെയ്യുന്ന കോൺട്രാക്ട്സ് ആണ്. ഈ കോൺട്രാക്ട്സ് അവർക്ക് ഫേവറബിൾ ആയിട്ടുണ്ട്. പക്ഷെ കേസിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ പൈസ കിട്ടും. ഞാൻ മുന്നൊരിക്കൽ സംസാരിച്ച ഒരു സ്ത്രീ, അവൾക്ക് 16 കേസ്, ഈ കമ്പനിയുടെ ഓണറായിരിക്കുന്ന സ്ത്രീക്ക് 16ഓളം കേസ് വന്ന കാരണം അവൾക്ക് ഇപ്പോൾ ഇതെല്ലാം അവസാനിപ്പിച്ച് പോകാൻ പറ്റുന്നില്ല. കാരണം ഇനി ഒരു 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ പോലീസ് ക്ലിയറൻസ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ കേസിന് പ്രൊസീഡ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. ഇത്തരത്തിൽ പ്രശ്നം വരുമ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ പുറം രാജ്യത്തേക്ക് പോകാനുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു ആൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ പൈസ കൊടുത്ത ആൾ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊന്നും ഇല്ലാത്ത സാഹചര്യം കൂടിയുണ്ട്. കാശൊക്കെ കൊടുത്തിട്ട് പിന്നെ വിളിച്ച് എടുക്കാത്ത അവസ്ഥ, അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ സ്ഥാപനമേ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണ് നമുക്കൊരു നിയമപരമായി നീങ്ങാൻ പറ്റുക? തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ റിമിറ്റ് ചെയ്തത്, പൈസ ട്രാൻസ്ഫർ ചെയ്തതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സാധാരണ ഇതേപോലെ തന്നെയാണ് പലരും നമ്മളൊരു ആക്സിഡൻറ്റ് കേസോ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഇൻവോൾവ് ചെയ്യുന്നത്. കുറേയൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ അത് വ്യക്തമായി അന്വേഷിക്കാതെ ചെന്ന വഴിക്ക് ആ ട്രാപ്പിൽ വിടുകയാണ്. അതിൻ്റെ ഇപ്പോൾ അതുപോലെ തന്നെയുള്ള വേറൊരു തട്ടിപ്പ് സംഘമാണ് ഈ
സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഓക്കെ അത് ഭയങ്കര ക്രൗഡഡ് ആണ്. ഞാൻ അവിടെ 2-3 പ്രാവശ്യം പോയിട്ട് ഞാൻ ഫ്രീ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് പോന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരുടെ ലാസ്റ്റ് അതിലുള്ള ചില ക്ലോസുകളെ പറ്റി അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ ക്ലോസ് എന്താണെന്നുള്ളത്. അപ്പോൾ അവർ 20,000 കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വർഷത്തേക്ക് ഇത്ര 60 hours 60 days സ്റ്റേ ഒക്കെ തരും. പക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാർ അതിൽ പെട്ടുപോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് ഹോട്ടൽ കിട്ടില്ല. പൈസ മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അവിടെ ഇല്ല എന്ന് മാത്രമേ അവർ പറയുള്ളൂ. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും അതിനൊരു ബ്രീത്തിങ് ടൈം കൊടുക്കുക. അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായി മറ്റുള്ളവരോട് ചോദിച്ചു. ഇത് പൈസ കൊടുത്ത് ഇറങ്ങി വന്നിട്ട് അവർ അതിൻ്റെ റിവ്യൂ നോക്കുമ്പോഴാണ് കാണുന്ന ഇത്തരം പ്രോബ്ലംസ്. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം വെച്ചാൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന നേരത്തെ ഇവിടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും, അത് കൊടുത്ത് സ്വൈപ്പ് ചെയ്യും, അത് കഴിഞ്ഞാൽ പോയി. ഓക്കെ ഓക്കെ. ഈ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ ആവശ്യക്കാർ നമ്മളായതുകൊണ്ട് തന്നെ ഈ അവർ വിളിച്ച് സംസാരിക്കാൻ നമ്മൾ കുറേ സമയം സംസാരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് സമയവും കാലവും ഒന്നും നോക്കാതെ തന്നെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ഇതൊക്കെ തന്നെ ഏത് സമയം വിളിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ വിളിച്ച് ശല്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനിപ്പം എത്തിസലാത്തും ഡൂ ഒക്കെ തന്നെ പ്രത്യേകം കംപ്ലൈൻറ്റിന് വേണ്ടിയുള്ള സെക്ഷൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. താനും നിയമപരമായിട്ട് നമുക്ക് ഇത്തരം കോളുകളൊക്കെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നിയമപരമായി നീങ്ങാൻ വേണ്ടി കഴിയുമോ? തീർച്ചയായിട്ടും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ഗവൺമെൻറ് ഇവിടുത്തെ എത്തിസലാത്തും ഡൂ എല്ലാം ഒരുപാട് നമ്പറുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മറ്റത് നമുക്ക് വരുന്ന കോൾസ് മുഴുവനും UAE നമ്പറിൽ നിന്നായിരുന്നു അല്ലെങ്കിൽ മെസ്സേജുകൾ വരുന്നത്. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള മെസ്സേജുകൾ വരാം, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ നിന്നാന്ന് പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ബാങ്ക്സിൽ നിന്നാന്ന് പറഞ്ഞിട്ട് വരാം. അങ്ങനെ പല സാഹചര്യങ്ങളിൽ വരുന്ന മെസ്സേജുകൾ ഇപ്പോൾ ആ UAE നമ്പർ പോയി +44 എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ആരെങ്കിലും ഇത്തരം മെസ്സേജുകൾ വന്നപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് വിളിച്ചു അല്ലെങ്കിൽ പോലീസിൽ നിന്ന് വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ പറയാം. അപ്പോൾ കാരണം വെച്ചാൽ നമ്പർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് ഒരു ചെറിയൊരു മൂമെൻറ്റ്സ് ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നടക്കുന്നത് ഔട്ട്സൈഡ് UAE ആണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ അവരെ പിടിക്കാനുള്ള സാധ്യതകൾ വളരെ ഒരുപാട് പൈസ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരുടെയും ഇതുമാതിരി OTP മേടിച്ച് പൈസ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും വെച്ചാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു 24 hours ഒരു ബ്രീത്തിങ് ടൈം കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഈവൻ അറമാക്സ് എന്ന് പറഞ്ഞിട്ട് പോലും മെസ്സേജുകൾ വരുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ലിങ്ക് ചെന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിലുള്ള പൈസ എല്ലാം നീങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്തരം വ്യാജന്മാർ നമ്മൾ കരുതിയിരിക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് കൂടി നമുക്കൊന്ന് ബോധവൽക്കരിക്കേണ്ട ആവശ്യം സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായും. അപ്പോൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ സ്റ്റേക്കേഷൻ്റെ കാര്യം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അഡ്രസ്സ് വാങ്ങിക്കും, നമ്പർ ചോദിച്ച് അഡ്രസ്സ് വാങ്ങിക്കും മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നീട് വിളിയോട് വിളിയാണ്. വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക സെഷൻ വെച്ചിട്ടുണ്ട്, അതിലൊന്ന് പങ്കെടുക്കും, കുടുംബസമേതം പങ്കെടുക്കുന്ന പറയുന്നത്. അപ്പോൾ കുടുംബസമേതം പങ്കെടുക്കാൻ പോകുന്നു, അവിടെ 2-3 മണിക്കൂർ നമ്മളെങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളെ കാർഡങ്ങ് സ്വൈപ്പ് ചെയ്യുന്ന അവസ്ഥയിൽ എത്തുമ്പോഴേക്കും സംഭവം തീർന്നു. അവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വേറെ റിസോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് പോകാൻ സന്ദർഭം പോലും ഒരുങ്ങുന്നില്ല. പിന്നെ വിളിച്ചാൽ പോലും അവരെ കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിലൊന്നും ചെന്നുപെടാതെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രവാസികളായി നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എങ്ങനെയാണ് ഒരു വിഷയത്തിൽ ഒരു നിയമവിദഗ്ധനെ കാണേണ്ടത് എന്നതിനെക്കുറിച്ച് ആശങ്കയുള്ളവർ, അവർ തന്നെ ഈ സാമ്പത്തിക പ്രശ്നം അവരെ അതിനൊക്കെ തന്നെ ഒരു തടയിടുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. ഈ നോർക്കയുമായി ബന്ധപ്പെട്ട് നിയമപരിപാടികളൊക്കെ തന്നെ ഒരുപാട് ആവിഷ്കരിക്കുന്നുണ്ട്. തീർച്ചയായും ഈ സാധാരണ പ്രവാസി ആൾക്കാർക്ക് അവർക്ക് നോർക്കയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ നിയമസഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് മാക്സിമം ഒരു സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ട് അവർ വന്ന് ഇരുന്ന് സംസാരിച്ച് വ്യക്തമായിട്ട്, ഫോണിൽ കൂടെ ആകുമ്പോൾ വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്, കാര്യങ്ങൾ മനസ്സിലാവില്ല ശരിക്കും. അപ്പോൾ നമ്മൾ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഡെപ്ത് എന്ന് മനസ്സിലാക്കി അത് നമ്മളിവിടെ ഡയറക്റ്റ് കോൺസുലേറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മുടെ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനും അതേമാതിരി അവിടുത്തെ പൊളിറ്റിക്കൽ റിലേഷൻസ് എല്ലാം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതേമാതിരി നോർക്ക മുഖേന നമ്മൾ കോൺസുലേറ്റിന് കൊടുക്കുകയാണെങ്കിൽ കോൺസുലേറ്റ് അതിന് റിപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള സർവീസ് നമുക്ക് ചെയ്യാൻ നമുക്ക് നാട്ടിൽ പല ലോയേഴ്സ് ഉണ്ട്, അവിടുന്ന്
സുപ്രീം കോടതിയിൽ നിന്നും അതേമാതിരി തന്നെ ഈ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടൊക്കെ നമ്മുടെ നല്ല മലയാളി ലോയേഴ്സ് ഉണ്ട്. അവരതിനുള്ള ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ വീണ്ടും ഇപ്പം നമ്മൾ UAE-യും ഇന്ത്യയും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്ന എഗ്രിമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് ഇവിടുന്ന് ആരും കുറേ ലോണോ അല്ലെങ്കിൽ പറ്റിച്ച് നാട്ടിൽ പോകാം രക്ഷപ്പെടാമെന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം ഈ എക്സിക്യൂഷൻ അവിടെയും സംഭവിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ടും അവർ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പം എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ അവസ്ഥയിൽ ഒരുപാട് പേര് ഇപ്പോൾ ലോൺ എടുത്ത് ക്രെഡിറ്റ് കാർഡൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകുന്ന അവസ്ഥ, നാട്ടിൽ നിന്ന് വിളിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ട് താനും ഉണ്ട്. അപ്പം ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്ന നിയമം ഉണ്ടെങ്കിൽ കൂടി ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിയമപരമായി തന്നെ നമ്മൾക്ക് നേരെ ഇടപെടാനുള്ള ഒരു സാധ്യത കൂടി വഴി തുറന്ന് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് ബാങ്ക്സ് എങ്ങനെ ആക്ഷൻ എടുക്കണോ അതിനനുസരിച്ചിരിക്കും. അതിൻ്റെ പിന്നിൽ മണി ഇൻവോൾവ്മെന്റ് ബാങ്കിനുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ബാങ്ക്സ് ചിലപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതിന് ശേഷം പിന്നെ ആക്ഷൻ എടുക്കാതിരിക്കുക. പക്ഷെ വ്യക്തിപരമായിട്ടുള്ള കേസിൽ ഇപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും നമ്മുടെ ഇന്ന് പൈസ മേടിച്ചു, ചെക്ക് തന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടാക്കി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കേസാക്കി ഇവിടുന്ന് ഒരു ജഡ്ജ്മെന്റ് എടുത്ത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെയുള്ള പ്രോസസ്സിൽ കൂടെ നമുക്ക് റിക്കവറി അവരുടെ നാട്ടിലുള്ള പ്രോപ്പർട്ടി അസറ്റ്സ് എല്ലാം ഫ്രീസ് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. ഈ ചെക്കിൻ്റെ കാര്യം പറയുമ്പോൾ ചെക്കിൻ്റെ ഒരു വലിയ വിഷയം തന്നെയാണ്. ആ ചെക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട്, ഡേറ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കൊടുത്ത ചെക്ക് അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും സഫീഷ്യൻറ്റ് ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകും. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ഇപ്പോഴും കണ്ണും പൂട്ടി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് വാങ്ങിച്ച് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ തട്ടിപ്പൊന്നും പെടാതെ നിഷ്കളങ്കനായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സഹായം ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ ബ്ലാങ്ക് ചെക്ക് എന്ന് പറഞ്ഞാൽ പേര് പോലും എഴുതാതെ കൊടുക്കുന്നുണ്ട്, എമൗണ്ട് പോലും എഴുതാതെ കൊടുക്കുന്ന വ്യക്തികളുണ്ട്, സൈൻ ചെയ്ത് വെറുതെ സൈൻ ചെയ്ത്. അപ്പോൾ അതിനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് 500,000 മേലുള്ള എമൗണ്ടൊക്കെ ആകുമ്പോൾ അതിന് ജാമ്യമില്ല. മാത്രമല്ല അത് ഇൻ്റർപോളിന് പോവാം. അപ്പോൾ ചെറിയ എമൗണ്ട് കൊടുക്കാനില്ല. ഇപ്പം നമ്മളൊരു കാരണവശാലും നമ്മുടെ ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുക, ഈവൻ നമ്മൾ ചെക്ക് ബുക്ക് പോലും സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇപ്പോൾ ഇവിടെ തന്നെ പല അറബ്സിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലിയിലെ ആൾക്കാർ തന്നെ ഭാര്യ തന്നെ എടുത്തു എഴുതി കൊടുത്തിട്ടുള്ള കേസുകളുണ്ട്. പക്ഷെ നമ്മുടെ ഇതിലാണെങ്കിൽ ബ്രദേഴ്സ് ആയിട്ടുള്ളവരൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ള കേസുകൾ വരുന്നുണ്ട്. ഒരു കാരണവശാലും ചെക്ക് ലീഫ് സൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ചെക്ക് ബുക്ക് യൂസ് ചെയ്യാത്ത ചെക്ക് ബുക്കുകൾ നശിപ്പിച്ച് കളയുക, ഇപ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഈവൻ സൈൻ ചെയ്യാത്ത പഴയ ബാങ്കിൻ്റെ ഏതെങ്കിലും ചെക്ക് ബുക്ക് പോലും പുറത്തുണ്ടെങ്കിൽ അത് ആരെങ്കിലും എഴുതി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോർട്ടിൽ വന്ന് ആ സിഗ്നേച്ചർ നമ്മൾ ഫോറൻസിക്കിന് വിടുന്നവരെ അത് അതിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കും. ഇപ്പോൾ ഒരു ചെക്ക് ബുക്ക് ലൂസായി കഴിഞ്ഞാൽ ചിലപ്പോൾ 7 എമിറേറ്റ്സിലായിരിക്കും ചെക്ക് ലീഫ് പോകുന്നത്. അപ്പം നമുക്ക് ഒരു കാരണവശാലും നമുക്കത് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്കൊരു കോൾ കിട്ടി. ഒരു ജ്വല്ലറിയുടെ 1.5 കിലോ സ്വർണം ഒരു അറബി വന്ന് കടയിൽ നിന്ന് മേടിച്ചു, ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തത് കാട്ടി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇവർക്ക് ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ ഇവർക്ക് ആ നേരത്തെ അറബിയെ പിടിക്കാൻ പിന്നെ പുറത്ത് ഓടി ചെന്നു. അവിടെ ചെന്നു അയാൾ ഓൾറെഡി ഒരു 6-7 കേസിൽ ഇൻവോൾവ് ആയ കാരണം അയാളെ ഫോളോ ചെയ്ത് CID ഉണ്ടായിരുന്നു പുറത്ത്. പക്ഷേ ഈ CIDs വളഞ്ഞു നിൽക്കുന്നിടത്തേക്ക് ഇവർ ഓടി ചെന്ന്, അപ്പോൾ അവർക്ക് അറിയില്ല ഇത് CID ആണ്. അപ്പോൾ കടക്കാരെന്ത് ചെയ്തു, CIDയെ പിടിച്ച് പുഷ് പിടിക്കുകയൊക്കെ ചെയ്തു. അവരും ഫേക്കാന്ന് വെച്ചിട്ട്. പിന്നെ വീഡിയോ എടുത്തു. പിന്നെ അതിൻ്റെ പിന്നിൽ പ്രശ്നങ്ങളായി, ഇവരെ കൊണ്ടുപോയി. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിലൊക്കെ സംഭവിക്കുന്നത് ബേസിക്കലി ധൃതിയാണ്. എല്ലാ കാര്യത്തിനും ആൾക്കാർക്ക് ഒരു തിങ്ക് ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നില്ല, സാവകാശം കൊടുക്കുന്നില്ല. അവിടെയാണ് ഈ മിസ്റ്റേക്സ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒരു 10 തവണ മനസ്സിൽ എണ്ണിയതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. നമ്മുടെ ഇവിടുത്തെ ഈ പ്രോഗ്രാം കേട്ടിട്ട് തന്നെ ഒരാൾ ഇതേമാതിരി മൈഗ്രേഷന് വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ എല്ലാം റെഡി ആയപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആളത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇത് ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ പോലും ചില സമയത്ത് നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പം കൃത്യസമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള മനസ്സുകൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പം എന്ത് കാര്യത്തിലും ചിന്തിച്ച് ആലോചിച്ച് മാത്രം നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഇത്തരം തട്ടിപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗ്ഗത്തെക്കുറിച്ച് കൂടിയാണ് സംസാരിക്കുന്നത്. തട്ടിപ്പുകൾ മാത്രമല്ല, ഒരുപാട് നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത നമുക്കുണ്ട് താനും. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ UAE സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരനായ കാൽനടക്കാരൻ്റെ അടുത്തുനിന്ന് ഫൈന് വാങ്ങിക്കുന്നതെന്ന ചോദ്യത്തിന് അത് എന്നാൽ മാത്രമേ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മറ്റുള്ളവർ കൂടി അത് തിരിച്ചറിയുകയുള്ളൂ,
നിയമത്തെക്കുറിച്ച് എന്താണ് അതിൻ്റെ ധാരണ എന്നുള്ളതിനെക്കുറിച്ച് മറ്റുള്ള ആളുകളെ കൂടി ബോധവൽക്കരിക്കാനുള്ള ഭാഗമായിട്ടാണ് അത്തരം ഫൈനുകൾ നൽകുന്നത് എന്നുള്ള മറുപടിയാണ് RTI അടക്കം നൽകിയിരിക്കുന്നത്. അപ്പം നിയമത്തെക്കുറിച്ച് നമ്മൾ അജ്ഞരാണ് പല മേഖലയിലും. ആ അജ്ഞത പലപ്പോഴും നമ്മളെ തന്നെ പല പടുകുഴിയിലേക്കും കൊണ്ടുചെന്നെത്തിക്കും. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് ലീഗൽ അഡ്വൈസർ ആൻ്റണി വിൻസെൻ്റ് ഇന്ന് ഈ അധ്യായത്തിൽ പങ്കെടുക്കുകയാണ്. ജിഹാദ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. 056225242 നമ്പർ ഒന്നുകൂടി സൂചിപ്പിക്കാം. 05622252242 എന്ന നമ്പർ വിളിക്കുക. നിങ്ങളുടെ വിഷയം, പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള നിങ്ങളുടെ സഹായം ഏത് മേഖലയിലാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച് നേരിൽ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ലഭിക്കുന്നതായിരിക്കും. ഒരു ഇടവേളയിലേക്ക് പോകുന്നു, പെട്ടെന്ന് തിരിച്ചെത്താം.